ഞാൻ ബോബി. ബോബിയോ? ബോബിക്കുട്ടോ? ബോബി ബോബി. ഓക്കെ ഓക്കെ. MRC-ലാണോ? ശ്രദ്ധിച്ചില്ലടാ ചോദിക്കാം. എടാ നമ്മള് JC-ലൊന്നും എടാ ഞാൻ ഇത് കണ്ണാപ്പി ഒരു വെണ്ടയ്ക്ക് അക്ഷരത്തെ ചോദിച്ചിട്ടുള്ള 50 പേരുടെ അടുത്തൊന്ന് ചോദിക്കും പേരെന്താന്ന്. അത് കണ്ണാണാത്തോണ്ട് അതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചാണ് കുട്ടാ പേരെന്താന്ന്. നമ്മള് സർഗെ കാറ്റ് എവിടെ പോട്ട് വായ സർഗെ. F1 റേസിംഗ് ഇതൊക്കെ ആറാണ് വണ്ടിയൊക്കെ. പോയിട്ട് പോയിട്ടോ. അതെ ദേ അവിടെ നിപ്പുണ്ട്, നീ പോയി പരിചയപ്പെട്. അത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞേക്കാം. അതൊക്കെ പരിചയപ്പെടാം. കാറ്റിയെ കാണാൻ നീ എന്നെ കാണാൻ വന്നേ? നിന്റെ കണ്ണിന്റെ അകത്ത് കുരുവായിരുന്നു. ഒന്നുമില്ല സുന്ദരിയായില്ലേടി നീ. ഹലോ ഹലോ. നീ പോയി സംസാരിക്കും. ഓ മാക്കല്ലേ പറ. റാമ്പാണോ? അല്ലെ താടിയൊക്കെ എല്ലാവരും ഒരുപോലല്ലേ അളിയാ? ഇതാരാ? തൊപ്പിയുടെ കുട്ട. എടാ സുഖാണോനൊക്കെ? ഇതെന്താണ് വേസ്റ്റൊക്കെ? എടാ അണ്ണ ഇല്ല. അണ്ണ ഇവിടെ അല്ല അണ്ണൻ കുറച്ച് ദിവസമല്ലേ, ഒരു 4-5 ദിവസമായി വന്നിട്ട് വരും. അണ്ണ ചെറിയൊരു എന്താണ് പരിപാടി? പരിപാടി ഒന്നുമില്ല. നമ്മളിങ്ങനെ എക്സിനെ കാണാൻ വന്നേ. യുദ്ധം നമ്മള് ഇപ്പം കുറച്ചാളിട്ട് കുറവാണ്. എക്സിനോട് ഞാനാ പറഞ്ഞ വിളിക്കാൻ. നമ്മളിപ്പോ എക്സായിട്ട് പറഞ്ഞു. അത് ഞാൻ പറയട്ടെ, എക്സിനോട് ഞാൻ പറഞ്ഞു കണ്ണാപ്പിനെ വിളിക്കാൻ. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞ വളരെ മോശം, വളരെ മോശം. വെറുതെ ഇല്ല അത് വിട് അത് വിട് അല്ല അവനെനിക്കൊരു ഫ്രണ്ട് അങ്ങനല്ല. ആദ്യം വിളിക്കാൻ കൂട്ടാക്കിയില്ല കണ്ണൂസ് മൊത്തത്തില് പിടിച്ചു വാങ്ങിച്ചു വെച്ചിരുന്നത്. ഇതെടുത്ത് നിന്റെ എന്തൊക്കെ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട സിറ്റിയൊക്കെ? കുഴപ്പമില്ല. കുഴപ്പമില്ലേ? കുഴപ്പമില്ല. ഇതിപ്പോ എന്താണ് ഇപ്പൊ ഇതിലുണ്ട് MRC-ലുണ്ട് ഇപ്പം. അതല്ല ചോദിച്ച ഉണ്ടോന്നല്ലേ ചോദിച്ചത്. ഇപ്പൊ ലീഡറാണോന്ന്? ലീഡർ അല്ല, ഗോഡ്ഫാദർ ലീഡർ എബോവ് ദ ലീഡർ. അപ്പൊ ശരിക്കും ഗോഡ്ഫാദർ ലീഡറിന്റെ മുകളിലാണോ? ഗോഡ്ഫാദർ ഗോഡ്ഫാദറിന് താഴെ ആരില്ല. നമുക്കുണ്ട് ഗോഡ്ഫാദർ. ആരാ? അണ്ണു അതാരാ? ജോക്കി. ഗോഡ്ഫാദർ അല്ലേ? ജോക്കി എണ്ണാണ് ഗോഡ്ഫാദർ. നമ്മുടെ ഗോഡ്ഫാദർ ജോക്കി നമ്മളെ വാസുവിന്റെ മുകളിലാണോ? പിന്നല്ല, ഓൾ ഓഫ് ദി എബവ്. അതുകൊണ്ടല്ലേ പെമ്പിള്ളാരെ അന്ന് വെച്ച നിയമമാണ് പെമ്പിള്ളാരെ ഗ്യാങ്ങിൽ കയറ്റി കൂടെന്ന്. അത് ഇതുവരെ തെറ്റിച്ചിട്ടില്ല. നമ്മളെല്ലാം ആ പാത തന്നെയാണ് പിന്തുടരുന്നത്. അതെ, നിങ്ങള് പെമ്പിള്ളാരല്ല ഗ്യാങ്ങില്? ഇല്ല, പെണ്ണുങ്ങളില്ല. ഷെബീർ കാണിക്കുന്ന തൊഴിലൊക്കെ കാണാം ലീഡർ എന്ന് പറഞ്ഞിട്ട്. 24 മണിക്കൂർ പെമ്പിള്ളാരാണല്ലോ. പിന്നെ അസുഖമുള്ളതുകൊണ്ടാണ്. പക്ഷെ ഗ്യാങ്ങിൽ കയറ്റൂല. അത് നല്ല തീരാണ്. നല്ല പെണ്ണ് ഈ ഗ്യാങ്ങിലൊക്കെ പ്രശ്നങ്ങളാവും. പിന്നെ അതെന്താ അങ്ങനെ? അല്ല അങ്ങനല്ല പറയാ, പൊതുവെ അങ്ങനെയുണ്ട്. ഇപ്പം ഒരു ക്ലാഷ് ഒക്കെ വന്ന് നമുക്കൊരു ക്ലാഷ് ഒക്കെ വന്നു കഴിയുമ്പോഴേ നമ്മൾ മനസ്സിലായോ, അവരും ഓരോന്ന് പറയും, നമ്മളും തിരിച്ചോരോന്ന് പറയും. പിന്നെ അത് ഒരു ട്രംപ് കാർഡ് ആക്കും അവരങ്ങ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എടാ നമ്മളിങ്ങനെ ഈ വള്ളിയൊക്കെ പിടിച്ച് സ്ഥിര പരിപാടി. ഇത് ഡ്രസ്സാണ്. ഇത് മാറ്റിക്കൂടെ? ഇത് ഞാനോ? പാപ്പിച്ചൊക്കെ വെളിയെ കാണാലോ. എന്റെയാണോ? ഓ എന്റെ കാണുന്നില്ലല്ലോ പാപ്പച്ചിയൊന്നും. കാണുന്നത് ഫ്രണ്ടി നോക്ക്. 2 എണ്ണത്തെ വെട്ടി തിളങ്ങി വെക്കുന്നത് ചുവന്ന്. എവിടെ? പാപ്പച്ചല്ല, ഡിസൈനാ. അല്ല, അത് പാപ്പിച്ച ഇവൻ ഇട്ടോണ്ടിടുന്ന സ്ഥിരം ഡ്രസ്സല്ലേ ഇത്? അല്ല, ഇത് ഡിസൈനാ. അത് പുതിയ ഫാഷൻ. അത് പാപ്പിച്ചയാണത്. തൊട്ട് നോക്ക്.
തൊട്ടോക്ക്. ഞാൻ ഇനി നിന്റെ പാപ്പച്ചി പിടിച്ചിട്ടാണ് ഞാൻ കൂട്ടനാൻ. ഇല്ല നീ തൊട്ടോക്ക്, അത് പാപ്പച്ചി ആണോ നോക്ക്. എന്നെ കൂട്ടനാക്കാൻ നോക്കലടാ. എടാ എടാ അല്ല റാപ്പച്ചി അത് തൊട്ടോക്ക് തൊട്ടോക്ക്. നോക്കട്ടെ. നീ എന്ത് ചെയ്യുന്നു? എടാ തൊട്ടോക്കാനെ പറഞ്ഞ നീ എന്ത് ചെയ്യുന്ന? ഞാനല്ല വേറെ ആരോ. ആ പയ്യൻ അത് ഇത് ഹാൻഡ്സ് മാറ്റാൻ തന്നെയാണ്. ഹാൻഡ്സ് അതോ ടീഷർട്ടാ? അത് ഷർട്ട് ഇതെന്താ തൊട്ടൊന്നും മോശം. എന്താ റാംബോ, ഇതെല്ലാം വളരെ വളരെ മോശമാണ് കേട്ടോ. ഈ അമ്മക്ക് ഇട്ടുകൊടുത്താ മഴവില്ല പൊടി പിടിക്കുക, മുത്തം വെക്കുക, വേറൊരു പ്രഗത്ഭനായ ഒരു ഗ്യാങ് മെമ്പറിന്റെ മുന്നിൽ നിന്നാണ് നീ ഇതെല്ലാം ചെയ്യുന്നതെന്ന് ആലോചിക്കോ. അല്ല, അത് ഞാൻ അവരെന്ത് വിചാരിക്കും? നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും? അവരെന്ത് ചെയ്ത് എന്ത് അണ്ണനും കണ്ണാപ്പിയാ മുത്തം വെക്കുന്ന ഫ്രഞ്ച്? പിന്നെ നമ്മള് വെക്കാറില്ല. ചണ്ട ചേച്ചി ഞാൻ കണ്ടിട്ടില്ലല്ലേ കണ്ണാപ്പി മുത്തം വെക്കണം. ആ പിന്നെ ആര് മുത്തം വെക്കുന്നേ? ജീവിതത്തെ ഒരു ഉമ്മ വെച്ചിട്ടില്ലല്ലോ. അല്ല കണ്ണൂസാ. ഓ എന്തോ പറഞ്ഞു. ഇത്ര സമയം എന്തായിരുന്നു ഇവിടെ വരുന്നതിന് മുന്നേ? വള്ളിയൊക്കെ പിടിച്ചടക്കുമായിരുന്നു. ഇത് തന്നെ സ്ഥിരം പരിപാടി. എന്നപ്പാ നമുക്ക് വള്ളി പിടിക്കാൻ പോവാ. അല്ലേ വള്ളിയൊക്കെ പിടിച്ച് കഴിഞ്ഞാ ഇപ്പൊ നമ്മുടെ ഒരു പ്രശ്നമുണ്ട് വെച്ചാൽ ആളില്ല. അതാണ് നമ്മുടെ എല്ലാരും ടൂർ പോയേക്കുക. ആണോ? പിന്നെ അങ്ങനെ വാറാകുന്ന വള്ളി പിടിക്കണ്ട, നമുക്ക് ചെറിയ ചെറിയ വള്ളി പിടിക്കാമോ? ആ ചെറിയ പക്ഷെ ഇവിടെ ഇപ്പൊ സിറ്റിയിൽ ഈ സമയത്ത് മുതുക്കിലെല്ലാണത്തും കാണുന്നത്. ഇപ്പൊ ഈ 500 പേരുണ്ട്. ഉമ്മാർ ഇപ്പൊ എവിടാന്ന് ഒരു പിടുത്തമില്ല. ഇതിന്റെ കൂടെ ഓപ്ഷൻ നടക്കും. ആ ഓപ്ഷൻ എന്താ നിങ്ങൾ പോവാഞ്ഞേ? നിങ്ങൾ പോയില്ലേ? നിങ്ങൾ ഗോഡ് ഫാദറിനും ലീഡറിനും ഒക്കെ പോകാൻ പറ്റും ഓപ്ഷൻ. ആണോ? ഇതിവിടെ ലോയാലിറ്റി പോയിന്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ടർഫ് കളിക്കാൻ ഈ മറ്റേ ഇവിടെ സിറ്റിയിലെ ഹവാലയൊക്കെ ഉണ്ട്, മനസ്സിലായ? മണി ടർഫ്. പിന്നെന്താണുള്ളത്? റാഞ്ചോ, ഡേവിസ്. ഗ്യാങ്ങിന് വേറെ ആരും ഇല്ല, എല്ലാരും വാറിന് പോയിരിക്കുക. ആ അതാ എല്ലാരും വാറിന് പോയോ ഗ്യാങ്ങിലുള്ള? എല്ലാരും വാറിന് പോയി. ഇവർക്കൊക്കെയാണ് ഡെയിലി വാറ്. അതെ ഇത് എങ്ങനെ വന്നേടാ റാംബോ നീ സിറ്റിയില്? ഇപ്പൊ കേട്ടാ ലുക്കൊക്കെ മാറിയണ്ടാ. പിന്നെ നീട്ടി അങ്ങ് വളർത്തിയില്ലേ കണ്ണാപ്പി? പിന്നെ കറവക്കാരെ കോട്ടിട്ടാണ് ഇപ്പൊ. പിന്നെ ഡ്രസ് മാറണം എന്താ? അല്ല തല്ലി കിട്ടും. ഇട്ടുകൊണ്ട് നടക്കുന്ന സ്ഥിരം. അപ്പൊ എന്നെ പിടിക്കാൻ വരുന്ന പിടിക്കുന്നത്. ഇതാണോ പറ? ഒരു പ്രോപ്പർ ഇത് കൊണ്ടോ ലുക്ക് ഉണ്ട് ഇതില്. ആ അതാ ഒരു പ്രോപ്പർ ഒരു സ്യൂട്ട് കൊണ്ടുപോവാ. ഇത്രയും കാലമായിട്ട് വേറൊരാളായിട്ട് റിലേഷൻ ഇല്ല. റിലേഷൻ ഇല്ലാതെ കാരണം കൂടെ എന്താ ചോദിക്കേ? ആ ബ്രേക്കപ്പ് റീസൺ എന്താ ചോദിക്കേ? ലോയൽ കണ്ണാപ്പി ഞാൻ ചുമ്മാ ഇങ്ങനെ പരിചയപ്പെടാൻ. അളിയാ ഞാൻ ഒരു കാര്യം പറയാം. ഇവളെ പ്രേമിക്കുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇത് കേൾക്കേണ്ടി വരും. കണ്ണാപ്പിയുടെ എക്സിനെ പ്രേമിച്ചതിനെ ജീവിതകാലം മുഴുവൻ കേൾക്കേണ്ടി വരും അളിയാ. അവനുണ്ടല്ലോ ഞാൻ പലരും വിളിച്ചാറാക്കട്ടാ. ഇത് എന്നെ തേച്ചിട്ടായല്ലടി. ഞാൻ ഡൗൺ ടൈം വന്നപ്പോ എന്നെ ഞാൻ പിച്ചച്ചട്ടിയായപ്പോ എന്നെ ഇട്ടിട്ടാളാ ഇവിടെ. നാളെ നീ പിച്ചച്ചട്ടിയാകുമ്പോ നിന്നെ ഇട്ടിട്ട് വെച്ചോ? പോവാനും പാടില്ല. അവൻ എന്റെ കൂടെ റിലേഷൻഷിപ്പിൽ വരുത്തുമില്ല. എന്ത് സെൽഫി ചെറുക്കനാണെന്ന് പറയുന്നു. ഇവനൊരു വൃത്തികെട്ടവനാണ്. നാളെ നീ പിച്ചച്ചട്ടിയാകുമ്പോ നീ നിന്നെ ഇട്ട് വെച്ചോ? ആടെ കണ്ട അവള് ചിരിയിലുണ്ട് കണ്ട പേടിക്കണ്ട, ഞാൻ പിച്ചച്ചട്ടി ആവാൻ വേണ്ടി സാധ്യത വളരെ കുറവാ. അപ്പൊ തേക്കാൻ സാധ്യതയില്ല. ഇതായിരുന്നു കളർ ഡ്രസ് ആയിരുന്നു. കളർ ഡ്രസ് തൊപ്പിക്കാരൻ അല്ല തപ്പിക്കാരൻ പെട്ടെന്ന് വന്ന ഒരു കാര്യം പറയാണ്ട് വേം വാ. തപ്പിക്കാരനോ? തൊപ്പിക്കാരൻ ഇങ്ങോട്ട് വാ. എടീ ഏപ്പരാച്ചി നിനക്ക് കുറച്ചുകൂടെ കാശുള്ള അടുത്തിട്ട് കിട്ടിയപ്പോഴത്തേക്ക് നീക്ക് പോയല്ലേടി എന്നെ വിട്ടിട്ട്. നീ എഴുതി വെച്ചോ, നിന്നെ സിറ്റി ഞാൻ സിംഗിൾ ആയിട്ടാണ്. ഒരു പെണ്ണിനെ പോലും ഒരു ചെറുക്കനെ പോലും സെറ്റാ സമ്മതിക്കത്തില്ല ഏപ്പരാച്ചി. പറഞ്ഞേ നീ കുറച്ചു മുമ്പ് എന്താടി പറഞ്ഞത്? നീ ലോയലാണ്, മറ്റേതാണെന്നാണ്, കണ്ണന്റെ പെണ്ണാണെന്നൊക്കെ അല്ലാണ് നീ പറഞ്ഞത്. എല്ലാം മായമാണ്, മനസ്സിലായ? എടി നീ ഒരു കള്ളി അടി കാറ്റി. ഇതോടെ
പൂച്ചയും പട്ടിയായിട്ടുള്ള ബന്ധം ഞാൻ നിർത്തുക. നിനക്ക് നാണം ഉണ്ടോടാ? നിനക്ക് നാണം ഉണ്ടോടി? നിനക്ക് നാണം ഉണ്ടോ? നിനക്ക് നീ ലോയലാന്ന് പറയും. ഇപ്പഴാണ് ഈ ബന്ധം ഞാൻ കലക്കി തരാടി. ഈ ബന്ധം ഞാൻ കലക്കി തരാം. ഇപ്പൊ പാടാ തറക്കെ പാടാ. ഇവിടെ സംഭവിക്കുന്നത് ഞാൻ കലക്കി തരാടാ നിനക്ക്. ഞാൻ നീ നോക്കിക്കോടാ. വരട്ടാ അവള് സിറ്റിയില്. വളരെ നീ പറഞ്ഞ ശരിയാ. നല്ല ആള് നല്ല നീ മുടിയും അല്ലയാ നിന്റെ ജീവിതം മുടിയും. ഞാൻ എന്റെ അനുഭവത്തിൽ പറയാണ്. ഇല്ലാത്ത അല്ലയാ ജീവിതം മുടിയും നിന്റെ. ഉള്ള കാര്യം ഞാൻ പറയാണ്. പോയി നിന്റെ ലൈഫ് തീർന്ന്. നിന്റെ ലൈഫ് തീർന്ന്. അല്ലയാ ഞാൻ ഒരു കാര്യം പറയട്ടെ അല്ലയാ. അല്ലയാ ജീവിതം തീരും. ഞാൻ പോയി പ്രേമിക്കല്ലേ പറയണ. ജീവിതകാലം മുഴുവൻ നീ ഒരു കാര്യം കേട്ടിട്ടും കണ്ണാപ്പിയുടെ എക്സ്റേ പ്രണയിച്ച നീ നടിച്ച മുതുക്കി വന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരുത്തം പറയാ ഇത് കണ്ണാപ്പിയുടെ എക്സ്റേ പ്രണയിച്ചല്ലേ പോന്നെന്ന് പറഞ്ഞ നീ വിഷമാവത്തില്ലേ? നിനക്ക് വിഷമാവത്തില്ലേ? പോട്ടെ നമ്മള് പ്രേമത്തിലൊന്നും പോകുന്നില്ല. ഞാൻ ചുമ്മാ സംസാരിക്കും. അങ്ങനെയാണെ കുഴപ്പമില്ല. അങ്ങനെയാണെ കുഴപ്പമില്ല. എന്താണ് ഏപ്രാച്ചി അവളെ എന്നെ ഇട്ടേച്ച് പോയതും പോരാ. ഇട്ടേച്ചോ നിന്റെ ചുട്ടുപണി നിന്നെ ഇട്ടിട്ട് പോണോ? ഞാൻ പ്രാഗോടോ നാശം. അല്ലല്ല അല്ല പണ്ടത്തെ കേസം പറഞ്ഞതാ ഇട്ടേച്ച് പോയത്. പണ്ടത്തെ കേസം പറഞ്ഞതാ. ഹലോ കണ്ണാപ്പി ഒരിക്കലും അങ്ങനെ പറഞ്ഞൂടാ. എടാ SRK അളിയെ ഇവളെ വേറെ പ്രേമിക്കാനും വിടരുത്. കൊക്കിന് ഞാനടി അന്ന് ഞാൻ മറ്റേ ഇങ്ങനെ നടന്നപ്പോ നീ എന്നെ അങ്ങ് ഇട്ടേച്ചങ്ങ് പോയില്ലടി. നിന്റെ ചേട്ടന്മാരെ പറഞ്ഞിട്ട് നാറിപ്പട്ടി നീ എന്നെ ഇട്ടിട്ട് പോയ പട്ടിയല്ലേടാ നീ. എടാ പട്ടി ചെറുക്കാ നിനക്ക് നാണമുണ്ടോടാ? എന്നെ ഇട്ടിട്ട് അവന്റെ ചുട്ടുമണി. ഇവളെന്താടാ കുറച്ചു മുമ്പേ നിന്നെ വിളിച്ചിട്ട് സെന്റ് പറഞ്ഞെന്താ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ നിന്റെ അടുത്ത് കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു. ഞാൻ ചുമ്മാ പറഞ്ഞാന്ന്. നീ അപ്പൊ അക്ക് പോയത് എന്റെ തെറ്റല്ലോ. മനസ്സിലായോ നിനക്ക്? നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടായിരുന്നു. പക്ഷെ നീ ആ ഒരു പറഞ്ഞ കാര്യം നിന്റെ ഉള്ളിന്റെ ഉള്ളിന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ലേ? ആ ലോയലാന്നുള്ളത് മനസ്സിലായില്ലേ? പക്ഷെ കൊള്ളായിരുന്നു. പക്ഷെ നീ ഒരു പയ്യനെ സെറ്റ് ആവത്തില്ല. ഞാൻ ഫേക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയാലും നീ നിനക്കിപ്പോ പയ്യനില്ല ഒരാളോട് സെറ്റ് ആകണമെന്നാണോ ആഗ്രഹം? പറ. എനിക്ക് സെറ്റ് ആവണം. അങ്ങനല്ല നീ വിളിക്കുന്ന ആരെടുത്തതല്ല നിന്റെ സെറ്റാക്കി തരാടി. നിനക്ക് സെറ്റ് ആവണം എന്റെ കൂടെ. ആവണം എനിക്കാവണം മറക്കാൻ പറ്റുന്നില്ലെന്ന് നീ എനിക്കാവണം. ശരി അപ്പൊ നീ പറ. ലോറ കൂറ കാറ്റി ഉയരെന്ന് പറ. പറയടാ നീ അക്ഷരത്തിന്റെ പ്രശ്നമല്ലേ പറഞ്ഞത്? നീ പറയടാ. നിനക്ക് എന്റെ കൂടെ സെറ്റ് ആവണ്ടേ? എടാ നീ എന്നെ ലവ് ചെയ്യുന്നില്ലേ? ഈ സ്വഭാവം അച്ഛ സ്വഭാവം ഇതിന്റെ ഭ്രാന്തിനെ പോലെ അഭിനയിക്കുന്നേ. ഇവളുടെ ഒറ്റ സ്വഭാവങ്ങളെ ഇട്ടേച്ച് പോയത്. അഭിനയല്ലേ ഇവള് ഭ്രാന്താണ് വിളിച്ചത്. ചങ്ങലക്കെല്ലാം നിനക്ക് എന്നെ ഇഷ്ടമല്ലേടാ? പറയടാ. ലോറ കൂറ കാറ്റി ഉയരെന്ന് പറയടാ. പറയടാ ലോറ കൂറ കാറ്റി ഉയരെ. ഒരിക്കലും ഞാൻ പറയത്തില്ല. അതെന്താ നീ പറയാത്തെ? കാരണേ നീ എന്നെ ഇട്ട് ചോദിച്ചപ്പോഴത്തേക്ക് എന്നെ തങ്കം പോലെ പിന്നെ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്ന അവളെ ഞാൻ പിന്നെ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്ന അവളാ. മനസ്സിലായി? നീ എന്നെ എപ്പോഴാടാ ഷുട്ട് വിളിച്ചിട്ടുള്ള? പറയടാ നീ എന്റെ അടുത്ത് ഏതോ അല്ല നീയായിട്ട് പ്രേമിച്ച് നടന്ന ടൈമിലെ ഷുട്ടുമണി എന്ന് പറഞ്ഞ പാക്ക് ട്രെൻഡിങ് ആണോ? അവളുടെ അടുത്ത് റമോ ആയിട്ട് നീ ഇരുന്നിട്ട് അന്യനായിട്ടോ? ഞാൻ നിന്നെ എന്താ ചാച്ചി ബാവേന്നല്ലേ നിന്നെ വിളിച്ചോണ്ടിരുന്നത്? ചാച്ചി ബാവേന്ന് കിണ്ടിന്നാണ് വിളിച്ചോണ്ടിരുന്നത്. അത് പിന്നെ നിന്റെ കയ്യിലിരിപ്പോണ്ടാണ് കിണ്ടിന്ന് വിളിച്ചത്. കിണ്ടി എന്റെ ദൈവമേ, എന്റെ ജീവിതം തകർക്കാനെ കൊണ്ട് ഞാൻ ഇപ്പൊ കണ്ടുമുട്ടിയോ അന്ന് മുതൽ ഈ ചെറുക്കൻ എന്റെ ജീവിതം നശിപ്പിക്കാനെ കൊണ്ട് വരും. വുമൺ റംകാർഡൊക്കെ അങ്ങ് ജയിലിൽ പോയി കിടക്കോടി വേണമെന്ന് വിചാരിച്ചാ വാഴിയെന്ന്. നിന്റെ വുമൺ റംകാർഡൊക്കെ നിന്റെ കയ്യിലങ്ങ് വെച്ചാൽ മതി. എന്നാലും എന്നെ നിനക്ക് ഇത്രക്ക് ഇഷ്ടമാണോ? തൊപ്പിക്കാരല്ലേ? ഫ്യൂച്ചർ ഗ്യാറ്റുമായിട്ട് ബന്ധം പോകുമ്പോ ജീവിതം പല ബന്ധവും വരും. ഞങ്ങക്ക് പല ബന്ധവും വരും. നിനക്കെന്താ നിനക്കൊരു കാര്യമല്ലേ അല്ലേ തൊപ്പിക്കാരെ? എന്തിനാണ് പാവ പെണ്ണിനെ കുറിച്ച് എല്ലാരും പറയുന്നത്? മാറി അല്ലെങ്കിൽ എനിക്ക് പറ്റിയിട്ടുള്ള ട്രാജഡി റിലേഷൻസ് ആണ് സിറ്റിയില്. ഒന്നിനൊന്നായി. അതുകൊണ്ട് ഞാൻ പറയാണ് ഇവൾക്ക് ഭ്രാന്താണ്. ടോക്സിക് ആണോന്നോ? നിനക്ക് സിറ്റിയിൽ ഒരു പെണ്ണിനോട് ഇങ്ങനെ നോക്കാൻ പോലുള്ള അനുവാദം വരത്തില്ല.
അവള് പറയുന്ന ഡ്രസ് ഇടണം, അവൾക്ക് മാച്ചിങ് ആയിട്ടുള്ള ഡ്രസ് നമ്മൾ ഇടണം. കാര്യം ചെയ്യാം കണ്ണാപ്പി, ഞാൻ നിനക്ക് വേണ്ടി റിവെഞ്ച് അടിക്കാം. ഞാൻ ഓളായിട്ട് പ്രണയം അഭിനയിക്കാം, എന്നിട്ട് ഓളെ തേക്കാം. വില പോലെ വില അതെന്താ? കണ്ണാപ്പിയുടെ എക്സിനെ പ്രണയിച്ചല്ലെന്ന് ചോദിക്കും ആൾക്കാര്. എടാ കണ്ണാപ്പി എന്താണ് അത്രയും താഴെയാണോ? അല്ല, കണ്ണാപ്പി താഴെയല്ല, കണ്ണാപ്പിയുടെ എക്സിനെ പ്രണയിച്ചല്ലേ ചോദിച്ചത്. അത് നിനക്ക് ഇതല്ലേ? എടാ അങ്ങനെ നോക്കിയ ഈ സിറ്റിയിലെ എല്ലാ പെണ്ണുങ്ങളും ഏതെങ്കിലും ഒരു എക്സ് ഉണ്ടാവില്ല എല്ലാവർക്കും. ഇവിടെ ആരാ ഫ്രഷ് ആരാ ഉള്ളത്, വെർജിൻ ആരാ ഉള്ളത്? ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു വെർജിനെ നീ കാണിച്ചത്? ഒന്നോ 10 ഞാൻ കാണിച്ചു തരാമല്ലോ നിനക്ക്. നീ കാണിക്കൂ. ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ സിറ്റിയിലുണ്ടോ? നല്ല മഴ, നല്ല തണുത്ത കാറ്റുണ്ടല്ലേ? പോയാലോ തൊപ്പി? എനിക്ക് 60% 80% മാറി തൊപ്പി. നമുക്ക് പോയാലോ? അതെ, നമുക്ക് പോവാം. തൊപ്പിക്കാരൻ പറഞ്ഞത് മനസ്സിൽ അതങ്ങനെയാ, ചിലരൊക്കെ വന്ന് ഒരു കോമഡിക്ക് പറഞ്ഞത് കേട്ടോ. അതെല്ലേ, നമുക്ക് ഇത് തന്നെയാണ് അവസ്ഥ. ഞാനൊരു ചെറിയൊരു പണി ഒപ്പിച്ചിട്ടുണ്ട്, അതൊക്കും തോന്നിട്ട് ഞാനേ അവിടെ പോയിട്ട് പറഞ്ഞേ കാറ്റീനൊന്നും നോക്കണ്ട, കാറ്റ് 5 മിനിറ്റ് ആണെങ്കിലും ബോയ് ഫ്രണ്ട് ആക്കിയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞാൽ കളയുന്ന പറഞ്ഞേ. കാരണം എന്നെ പോലെ അങ്ങനെ കളഞ്ഞാൽ ഞാൻ പറഞ്ഞു. തൊപ്പിക്കാരെ വിശ്വസിച്ചിരിക്കും. അതിപ്പോ പോയിട്ട് തൊപ്പിക്കാരൻ എന്നോട് പറയണേ ഇങ്ങനത്തെ പെമ്പിളരുന്നായിട്ട് നമുക്ക് റിലേഷൻഷിപ്പ് വേണ്ടാന്ന് മാറ്റി പോയിട്ടുണ്ട്. ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല, ഈ റിലേഷൻഷിപ്പ് ആവാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഓ, ഒരുത്തരും ഇവിടെ കണ്ണിൽ കൂടെ വെള്ളം വരുമ്പോ മറ്റവൻ ഊത്തുവായനല്ലേ അവിടെ ഊത്തുവായന. ഞാൻ ഇവിടെ വേറെ അല്ല. ഹലോ, വാ. ഒരുത്തന്റെ പ്രാണവേന മറ്റവന്റെ വീണവായന. ഞാനിവിടെ സന്തോഷിക്കണ്ടേടാ, നീ മാത്രം സന്തോഷിച്ചാൽ മതി എപ്പോഴും. അതെ 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 അതെ. പക്ഷെ എനിക്കെന്തോ അങ്ങനെ അങ്ങനെ ഈ കണ്ണാപ്പി പൊട്ടനും അല്ലാണ്ട് എനിക്ക് പുറത്ത് ഇവനെ അറിയത്തില്ല. ഇവനൊരു മനസ്സിലായില്ലേ ഒരു. ഓ മനസ്സിലായി. നല്ല മഴയല്ലേ, ഒരു കട്ടൻ കുടിച്ചാൽ നല്ലതായിരിക്കും. അതെ നമുക്ക് പോയാലോ? ജീവിതകാലം മൊത്തം കട്ടനി വിഷം കുടിച്ച് ഈ ഇടയ്ക്ക് ഒരു യുവാവ് മരിച്ചില്ലേടാ, ഇതുപോലൊരു പെണ്ണിനോട് ഡേറ്റിന് ഇതാരാ? ഹലോ, വേഷമൊക്കെ ഇപ്പൊ വേഷമൊക്കെ ഇട്ട് നടക്കുന്നില്ലേ? ഇപ്പൊ പച്ച കളറില് പാലും കുപ്പിയൊക്കെ വെച്ചാണ് സരസോ? പണ്ട് വേഷം വേറെ ആയിരുന്നു, മാറി ഇപ്പൊ വിഷത്തിന്റെ. അത് ഇത് സരസമ്മ. എടാ, നീ ഒരു പെണ്ണിനെ ചുമ്മാ വിടല്ലടാ കണ്ണാപ്പി. മനസ്സിലായി. ഞാൻ സീരിയസ് ആയിട്ട് നിനക്ക് തൊപ്പിക്കാരൻ ഇഷ്ടമാണ്, ഞാൻ സെറ്റ് ആയിട്ട് മുമ്പ് ഇഷ്ടം അല്ലെങ്കിൽ ഇപ്പൊ പറയണം. എടാ, ഈ നമുക്ക് അങ്ങനത്തെ ചിന്തകളൊന്നും ഇല്ലടാ. എന്താ? എനിക്ക് അങ്ങനത്തെ ഒരു ചിന്തയുണ്ട്. നിനക്ക് ചിന്തയുണ്ട്, നീ പോയി കെട്ടടാ. ഇനി ആര് പറഞ്ഞു വേണ്ടാന്ന്? ഞാൻ ചോദിക്കുന്നത് ഞാനൊരു കാര്യം നിനക്ക് തൊപ്പിക്കാരൻ ഇഷ്ടമാണോ, അവൻ ഇഷ്ടമാണോ? അത് പറ, നീ പറ. ഇപ്പൊ പറ. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനൊന്നും ഇല്ലടാ. എനിക്കും പിന്നെന്തോ ഇല്ലടാ, ഓനും ഇല്ല. അല്ല പിന്നിപ്പോ എന്താണ് പ്രശ്നം? നിങ്ങള് കുഷനിങ് ആണോ, ബെഞ്ചിങ് ആണോ, അതോ ചെയ്തോട്ടെ, നിനക്ക് എന്ത് പാടാ? അവളുടെ പേര് സരസു. നമ്മളെ സ്നേഹപൂർവ്വം അങ്ങനെ വിളിക്കണേ. നിനക്കറിയില്ലേ, നിന്റെ ഗ്യാങ്ങല്ലേ? ആലീസാണോ അത്? ഇതേ വേഷത്തെ ഒരു പെങ്കൊച്ചുണ്ട്, ഞാൻ വിളിക്കുന്ന സരസമ്മയെന്ന് വിളിക്കുന്നേ. പിന്നെ ജാനകി, അങ്ങനെ കൊറേ ഉണ്ട്. കുറച്ചെല്ലാം ആയോളൂ. ഇനി എല്ലാരും എങ്ങനെ ആരും എല്ലാരും അറിഞ്ഞൂടാ. എനിക്ക് പിന്നെ ഇവരുടെ മുടി സേവായിട്ട് നമ്മളെ ഇങ്ങനെ വിളിക്കുന്നയാ. സരസമ്മ, ജാനകി, മറ്റേ പൂത്തിരി ലില്ലി. വേണോ? പൂത്തിരി ലില്ലി വേണോ? കണ്ണാപ്പി ഓ പറയലയാ. കണ്ണാപ്പി ഇപ്പൊ സിംഗിളാ? അല്ല, അവൻ കമ്മിറ്റഡാ. ആരുമായിട്ട് കമ്മിറ്റഡ്? സിറ്റിയിലുണ്ടോ? സിറ്റിയിൽ ഇപ്പൊ ഇല്ല. അതുകൊണ്ട് അവൻ നാശം. അവൻ എന്റെ തലയിൽ വന്നിരുന്ന് വന്നാ അങ്ങ് ഓടിപ്പോവൻ. നീ വരുവോടാ? നീ വന്നാ വരുവോടാ? നമുക്കൊരു ചായ കുടിച്ചാലോ കണ്ണാപ്പി? പഴയ കഥകളൊക്കെ കേൾക്കാം. ഇവളുടെ ബ്രേക്കപ്പ് സ്റ്റോറി. ഇവൾക്ക് മറ്റേ കോംബോ കപ്പിളാണ്. റാംബോ പോയാ സിറ്റിന്ന്? റാംബോ ഒക്കെ പോയിട്ടാ. 5.5 ഇഞ്ചിന്റെ ടിവിയും പിടിച്ചിരിക്കുന്ന കണ്ടതാ ലാസ്റ്റ്.